വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വെണ്ടക്ക മെഴുക്കുവരട്ടി അല്ലെങ്കിൽ വെണ്ടക്ക ഉപ്പേരിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെണ്ടയ്ക്ക, ഒരു വലിയ ഉള്ളിയുടെ ചെറിയ കഷ്ണം, പിന്നെ 2 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇനി പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ചിടുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചുള്ള കുറച്ച് പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചെറുതാക്കിയല്ല, ഒരു മീഡിയം സൈസ് ഇതിലേക്കാണ്, ഈ ഒരു സൈസിലാണ് വെണ്ടക്ക അരിഞ്ഞിട്ടുള്ളത്. ഇതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ബാക്കി വന്നിട്ടുള്ള ഉള്ളിയും പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം. ഉപ്പ് വല്ലാതെ കൂടി പോവരുത്, കാരണം വെണ്ടയ്ക്കൊക്കെ പെട്ടെന്ന് ഉപ്പ് പിടിക്കും. അപ്പോൾ ആദ്യം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക, വേണമെങ്കിൽ പിന്നെ ഇട്ടാൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഇളക്കിയതാകെ ഉടക്കി വെക്കണ്ട, പക്ഷെ ചെറുതായിട്ട് എല്ലാ ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളകൊക്കെ ഒന്ന് മിക്സ് ആവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അടച്ച് വെക്കേണ്ട ആവശ്യമില്ല, തുറന്ന് വെച്ച് തന്നെ വേവിച്ചാൽ മതി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ഇങ്ങനെ ഒന്ന് വേവുന്ന വരെ, എല്ലാ വെണ്ടയ്ക്കുമൊക്കെ ഒന്ന് ഇത് കിടന്ന് വേവുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഏകദേശം മീഡിയം ഫ്ലെയിമിലിട്ടും ഹൈ ഫ്ലെയിമിലിട്ടും വേണമെങ്കിൽ വേവിക്കാം. ഹൈ ഫ്ലെയിമിലാവുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പം വെണ്ടക്ക മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം എനിവേ, കുക്ക് ഇറ്റ് ആൻഡ് ഹാവ് ഇറ്റ്.